ഇപ്രാവശ്യത്തെ ക്രിസ്മസിന് നമ്മൾ ഡേറ്റ്സ് വൈനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 2 കിലോ ഡേറ്റ്സ് ആണ് എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് കഴുകിയിട്ട് അതിനുശേഷം കുരുവൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഡേറ്റ്സ് ആണെങ്കിലും മുന്തിരി ആണെങ്കിലും ഒക്കെ നമ്മൾ കഴുകി ഇങ്ങനെ തുടച്ചൊക്കെ എടുക്കുന്നതിലും എളുപ്പം നമുക്ക് ഡയറക്റ്റായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ചെടുക്കുന്നതാണ്. അപ്പോൾ പുളിക്കൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. അപ്പോൾ ഞാനിവിടെ ഡയറക്റ്റായിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 കിലോ ഡേറ്റ്സ് ആണെങ്കിൽ അതിൻ്റെ ഇരട്ടി വെള്ളം, ഒരു 4 ലിറ്ററോളം വെള്ളം വേണ്ടി വരും. പക്ഷേ ഡേറ്റ്സ് എപ്പോഴും ഒന്ന് നന്നായിട്ട് ഇങ്ങനെ തിക്കായിട്ട് വരുന്നത് കാരണം കുറച്ച് കൂടുതൽ എടുക്കേണ്ടി വരും. അത് നമ്മളിപ്പം വൈനൊക്കെ ഇട്ടതിന് ശേഷം വെള്ളം തിളപ്പിച്ച് തണുപ്പിച്ചതിന് ശേഷം ഒഴിച്ചു കൊടുത്താലും മതിയാവും. ഞാനിവിടെ ഇപ്പം 4 ലിറ്റർ വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ എത്രയാണോ നമ്മൾ ഡേറ്റ്സ് എടുത്തിരിക്കുന്നത് അതിൻ്റെ പകുതി പഞ്ചസാരയാണ് നോർമലി ഇടാറുള്ളത്. പിന്നെ മധുരം കൂടുതൽ വേണം എന്നുള്ളവർ കുറച്ചുകൂടി കൂടുതൽ ഇടണം. ഞാനതിൻ്റെ പകുതിയിലും കുറച്ച് കുറവാണ് എടുത്തിരിക്കുന്നത്. പിന്നെ വൈനിന് നല്ല കളർ വേണമെന്നുള്ളവർക്ക് ആദ്യം ഇതിലൊരു പകുതി പഞ്ചസാര എടുത്ത് ആദ്യം കാരമലൈസ് ചെയ്യാം. അതിനുശേഷം വെള്ളവും ഒഴിച്ച് ബാക്കിയുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് മിക്സ് ചെയ്താൽ മതിയാവും. ഇപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. പഞ്ചസാര ഞാൻ ഓൾറെഡി തന്നെ മിക്സ് ചെയ്ത് നന്നായിട്ട് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഈ ഒരു ഡേറ്റ്സ് ഒക്കെ ഒന്നിട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ ഡേറ്റ്സും വെള്ളത്തിൽ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമുള്ള പട്ട, ഏലക്ക, ഗ്രാമ്പൂ, തക്കോലം ഇത് ഇത്രയും ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 തക്കോലവും 10 ഏലക്കായും പിന്നെ ഒരു 15 ഗ്രാമ്പൂവും കുറച്ച് പട്ടയുമാണ് എടുത്തിരിക്കുന്നത്. ഇത് ഇത്രയും ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഡേറ്റ്സ് ഒക്കെ നന്നായിട്ട് ഇങ്ങനെ ഒന്ന് വെന്തുടഞ്ഞ പോലെ ആയി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് ഗോതമ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നുറുക്ക് ഗോതമ്പ് അല്ലെങ്കിൽ സാധാരണ ഗോതമ്പ് എടുക്കാം. ഇതിപ്പോൾ ഞാൻ കഴുകി എടുത്തിട്ടേ ഉള്ളൂ. അതല്ല കഴുകി ഉണക്കി വെച്ചതാണെങ്കിൽ നമ്മൾ ഈ ഒരു മിക്സൊക്കെ നന്നായിട്ട് തണുത്തതിന് ശേഷമാണ് ഈസ്റ്റ് ആഡ് ചെയ്യുന്നത്. ആ സമയത്ത് ആഡ് ചെയ്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇതിനോടൊപ്പം തന്നെ ആഡ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ പട്ടയുടെയൊക്കെ അളവ് കൂടുന്നതനുസരിച്ചിട്ട് ഇതിന് നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ ഇതിൻ്റെ സ്മെല്ലടിച്ചിട്ട് എന്താണ് സ്പെഷ്യൽ എന്നറിയാൻ വേണ്ടി ഇവിടെ ആൾക്കാരൊക്കെ കൂടി തുടങ്ങിയിട്ടുണ്ട്. ഞാനിതിപ്പം തിളപ്പിച്ചിട്ട് ഏകദേശം ഒരു 2-2.5 മണിക്കൂറായി. നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഞാനിതിനെ ഒരു ഗ്ലാസ് ജാറിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. മാക്സിമം ഗ്ലാസ് ജാറോ ഭരണിയോ അങ്ങനെ എന്തെങ്കിലും എടുക്കുന്നതാണ് നല്ലത്. പ്ലാസ്റ്റിക് ഒഴിവാക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ വൈനിടാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങളോ അത് മിക്സ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന സ്പൂണ് കാര്യങ്ങളൊക്കെ തന്നെ നന്നായിട്ട് ഉണങ്ങിയിട്ട് വേണം യൂസ് ചെയ്യാൻ. ഞാനിതിപ്പോൾ ഓൾറെഡി തന്നെ വെയിലത്ത് വെച്ച് ഉണക്കി വെച്ചിരിക്കുന്ന ജാറാണ്. അതിലേക്ക് ഞാനിത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ കാണാൻ അത്യാവശ്യം നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിനോടൊപ്പം ഒരു 1.5 ലിറ്റർ വെള്ളം കൂടി അഡീഷണലായിട്ട് തിളപ്പിച്ച് തണുപ്പിച്ചിട്ട് പിന്നീട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഈസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവിടെ ഞാൻ 3 ടീസ്പൂൺ ഈസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ചില സമയത്ത് നമ്മുടെ ഈ ഈസ്റ്റിൻ്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ഇത് നന്നായിട്ട് ഫെർമെൻ്റ് ആയിട്ട് വരില്ല. ഒരു 2-3 ദിവസമൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിൻ്റെ അടിഭാഗത്തുനിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ ബബിൾസ് മുകളിലേക്ക് വരുന്നത് കാണാം. അത് വരുന്നില്ല എങ്കിൽ കുറച്ചും കൂടി ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കണം. വൈൻ അടച്ചു വെക്കുമ്പം അധികം ടൈറ്റ് ആക്കാണ്ടാണ് അടയ്ക്കേണ്ടത്. ഇത് അടപ്പില്ലാത്ത ജാറാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പാത്രം കൊണ്ടാണ് ഇങ്ങനെ ഒന്ന് അടച്ചു കൊടുത്തിരിക്കുന്നത്. ടൈറ്റായിട്ടുള്ള ജാറാണെങ്കിൽ അതിൻ്റെ അടപ്പിൽ ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തിട്ട് തുണി കൊണ്ട് ഇങ്ങനെ ഒന്ന് കവർ ചെയ്ത് കെട്ടി വെക്കുന്നതാണ് നല്ലത്. പറ്റുവാണെങ്കിൽ മാക്സിമം ഇരുട്ടുള്ള ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ട് ഡെയിലി ബേസിസിൽ നമ്മൾ പുറത്തേക്ക് എടുത്തൊന്ന് ഇളക്കി കൊടുക്കുന്നതാണ് നല്ലത്. ഇതിപ്പോൾ 1ാമത്തെ ദിവസമാണ്. ഇപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. പറ്റുവാണെങ്കിൽ നമ്മൾ മാക്സിമം മരത്തവി കൊണ്ട് തന്നെ ഇളക്കാൻ ട്രൈ ചെയ്യണം. പിന്നെ ഒരേ ഡയറക്ഷനിലേക്ക് ഇളക്കുന്നതാണ് നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ ഡേറ്റ്സ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല തിക്കായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ബബിൾസ് കുറച്ച് കുറവ് പോലെ തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചും കൂടി ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് ഡേ മുതൽ നന്നായിട്ട് ബബിൾസ് ഇങ്ങനെ മുകളിലേക്ക് നമ്മളിങ്ങനെ എടുക്കുമ്പോൾ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നന്നായിട്ട് ബബിൾസ് ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പിന്നെ മിക്കവാറും എല്ലാ ദിവസവും നമ്മൾ പുരോഗതി അറിയാൻ വേണ്ടി ചെറുതായിട്ടൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്. ആദ്യത്തെ കുറച്ച് ദിവസം തന്നെ മധുരം ഉണ്ടാവാറുള്ളൂ. അത് കഴിയുമ്പോൾ പൊതുവേ നമ്മൾ മധുരം കുറച്ച് ഉപയോഗിക്കുന്നത് കൊണ്ട് ഫെർമെൻറ്റേഷൻ ആയിക്കഴിഞ്ഞാൽ മധുരം അധികം ഉണ്ടാവാറില്ല. ഇതിപ്പോൾ 21ാം ദിവസമാണ്. ഞാനിപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ അരിച്ചെടുക്കുവാണ്. ഈ പാത്രങ്ങളൊക്കെ തന്നെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ടാണ് എടുത്തിരിക്കുന്നത്. മുന്തിരി വൈനൊക്കെ സാധാരണ നമ്മൾ തുണിയിലാണ് അരിച്ചെടുക്കാറുള്ളത്. ഇതിപ്പോൾ ഇതിൽ അത്യാവശ്യം നന്നായിട്ട് ഈ ഒരു കൊത്ത് കൂടുതലുള്ളത് കാരണം ഞാൻ ഇതുപോലുള്ള അരിപ്പയിലും പിന്നെ അതുപോലെ നമ്മുടെ ചോറ് വാർക്കുന്ന പാത്രത്തിലും ഒക്കെ ആയിട്ട് മെയിനായിട്ടുള്ള ഈ ഒരു കൊത്തൊക്കെ നമ്മളിങ്ങനെ ഒന്ന് ആദ്യം അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേശ്ശെ ജാറുകളിലായിട്ട് ഒഴിച്ചു വെച്ചിട്ട് ഇങ്ങനെ തെളിയിച്ചെടുക്കുക ചെയ്തത്. ആദ്യത്തെ ഒരു ദിവസം കൊണ്ട് തന്നെ നന്നായിട്ട് ക്ലിയർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ ഒന്നുകൂടി വേണമെങ്കിൽ അരിക്കാം, ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ മേളിൽ നിന്ന് തെളിയുന്നതനുസരിച്ചിട്ട് ഒഴിച്ചൊഴിച്ച് നമുക്ക് ആവശ്യമുള്ള ബോട്ടിലോട്ട് മാറ്റി വെക്കാം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ.